ഇന്ന് നമുക്കൊരു അഡാറായിട്ട് ഉണ്ടാക്കിയാലോ. ഒരു രക്ഷയില്ലാത്ത അത്ര അടിപൊളി സംഭവം കേട്ടോ. കാണുമ്പോൾ തോന്നും ഇത്രയേ ഉള്ളൂ, പക്ഷെ അത് കഴിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ പൊറാട്ട മേടിച്ചിട്ട് ബാക്കിയാവുകയോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി 2 പൊറാട്ട മേടിക്കുകയോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ 2 പൊറാട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുക, അല്ലാതെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആട്ടോ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു തട്ടുകടയിൽ നിന്ന് മേടിച്ചിട്ട് അത് റെസിപ്പി ചോദിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അത്ര ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമാണ്. ഇതായിട്ട് പൊറാട്ട എടുത്തിട്ടുണ്ട് 2 എണ്ണം. പിന്നെ ഇതിലേക്ക് പശയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണ മൈദയും കുറച്ച് വെള്ളം ചേർത്ത് പശ ഉണ്ടാക്കില്ലേ, അത് തന്നെ. കുറച്ച് വെള്ളം ചേർക്കുക, എന്നിട്ട് പശ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം ഒന്നല്ല കേട്ടോ, സാധാ വെള്ളമാണ്. പിന്നെ ഉപ്പ് വേണോ ചോദിച്ചാൽ ഉപ്പ് വേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പശ പോലെ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി നമ്മളെ പൊറാട്ട എടുത്തിട്ട് 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുക. അപ്പോൾ 4 പീസായിട്ട് കിട്ടും. 2 എണ്ണം ഒന്നിച്ചിട്ട് ഒപ്പം കട്ട് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിന് മുകളിൽ ഇത് ഒന്നിച്ച് വെച്ചിട്ട് 2 എണ്ണം ഒപ്പം കട്ട് ചെയ്താൽ ഒരേപോലെ അളവിൽ കിട്ടുമായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2 എണ്ണം ഞാൻ ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അങ്ങനെ നമ്മൾ 2 പൊറാട്ട എടുത്തിട്ടുണ്ട്. 2 പൊറാട്ടയിൽ നിന്ന് നമ്മൾ 4 ജോഡികളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അതിൽ ആകെ 1 പൊറാട്ട ഉള്ളെങ്കിൽ നമുക്ക് 2 എണ്ണം ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, സാധാരണ നമ്മൾ പേപ്പർ കൊട്ടിക്കില്ലേ മൈദ കൊണ്ട്, അതേപോലെ നമ്മൾ ഒരു പീസ് മൈദ മുകളിൽ കുറച്ച് പശ പോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മൈദയല്ലേ അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതിന് മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഏകദേശം ഒരേ ഷേപ്പിൽ വരുന്നുണ്ടെങ്കിൽ 2 പൊറാട്ട ഒന്നിച്ച് കട്ട് ചെയ്തിട്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയി മാറുമല്ലോ. 2 ഭാഗമെങ്കിലും നമ്മൾ ഒരേപോലെ ഷേപ്പിൽ ഇതേപോലെ ഒട്ടിക്കിട്ടിയാൽ മതി. പിന്നെ താഴ്ഭാഗം കുറച്ച് വലുപ്പം കൂടിയും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ മൈദ നമ്മൾ സാധാരണ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഒരുപാട് വെള്ളം ആക്കിയതിട്ടോ മൈദ ഒരുപാട് വെള്ളമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടില്ല. കുറച്ച് വെള്ളമാക്കിയാൽ മതി. അങ്ങനെ 4 എണ്ണം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നേരെ എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. നമ്മൾ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. 2 എണ്ണം കൃത്യമായി ഒട്ടി നിൽക്കും, വിട്ടുപോരൊന്നുമില്ല. ഓൾറെഡി ഇത് വെന്ത പൊറാട്ടയാണ്. ഇതിനകത്തുള്ള പശയും പിന്നെ അതൊന്ന് ക്രിസ്പി ആയി കിട്ടണം, മുരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചെയ്യണം, അത് 2 ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്ത് തന്നെയും പറയണം കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയണേ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ 4 എണ്ണം ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാവണം, എങ്കിൽ നല്ല ക്രിസ്പി ആവുള്ളൂ. ഒരുപാട് നേരം ഇട്ട് കരിയിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ട ശർക്കര, 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാൻ ഉരുക്കി എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം അധികം തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി സ്റ്റൗവിൽ വെച്ച് ഇതേപോലെ കുറുക്കിയെടുക്കണം കേട്ടോ. പിന്നെ പറയാനുള്ളത്, ആദ്യം തന്നെ ശർക്കര ഉരുക്കി വെക്കരുത്, പെട്ടെന്ന് തിക്കായി പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ചൂടാക്കി കുറച്ച് വെള്ളം പാർന്നിട്ട് വീണ്ടും ഉരുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പൊറാട്ടയൊക്കെ നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം, എല്ലാം റെഡി ആയ ശേഷം ശർക്കര ഉരുക്കിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മൾ തിക്കായിട്ടാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും തണുക്കുന്ന സമയത്ത്. ആ ചൂടോട് കൂടി തന്നെ ശർക്കര എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശർക്കര ആകുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും, അതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ, കാരണം കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി 1/4 കപ്പിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഒരുപാടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്, നമ്മൾ ഈ ബ്രഷ് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളത് കട്ട പിടിക്കും തണുത്തിട്ട്. അപ്പോൾ വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഉരുക്കിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആവും. ഞാൻ ഈ 2 എണ്ണം ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് അത് വീണ്ടും തിക്കായി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും അത് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത് ഉരുക്കിയെടുത്താണ് ഈ ലാസ്റ്റ് 2 എണ്ണത്തിൽ ചേർക്കുന്നത്, ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വളരെ അടുത്തായിട്ടാണ് ഇത് കഴിച്ചിട്ടുള്ളത്. ഞാനത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ആണ് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി. 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ, എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ എന്തായാലും പൊറാട്ടയ്ക്ക് എപ്പോഴെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരു വട്ടം ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പക്ഷേ പൊറാട്ട നിങ്ങൾ കഴിക്കില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കുക. വീട്ടിൽ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും പറയും അവർക്ക് ഇന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള പൊറാട്ട വേണമെന്നുള്ളത്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കും, അവരും ഇതേപോലെ തന്നെ നിങ്ങളോട് പറയും. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഞാൻ ഗ്യാരൻറ്റി. നിങ്ങളത് ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം എന്ന് കാണിച്ചു തരാം കേട്ടോ.
പുറം നന്നായി ക്രിസ്പിയും അകത്ത് ചെറുതായിട്ട് സോഫ്റ്റ് ആയിരിക്കും. കാരണം ഒരുപാടിട്ട് കരിയിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുള്ളൂ. അതുകൊണ്ട് അത്ര കരിയിക്കരുത്. ഈ കളറാകുമ്പോൾ ഇതെടുക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലുണ്ട്, അതൊക്കെ പോയി കാണണേ. നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഇതുപോലത്തെ മനോഹരമായ അടുത്ത റെസിപ്പിയും വീണ്ടും കാണാം.